രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് പുറത്തു പറഞ്ഞതിന് രക്തസാക്ഷിയുടെ സഹോദരന് പാർട്ടി ഗുണ്ടയുടെ വധഭീഷണിയും അസഭ്യവർഷവും. മഞ്ചൂരിൽ കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ സഹോദരൻ വിനോദിനെ വകവരുത്തുമെന്നാക്രോശിച്ച് CPM ഗുണ്ട വെള്ളിനാരായണൻ. RSS പ്രവർത്തകൻ മണ്ണന്തല രഞ്ജിത്തിനെ കൊന്ന കേസിലെ പ്രതിയായ വെള്ളിനാരായണൻ 2025 മുതൽ ഒളിവിലാണ്. വീഡിയോ സന്ദേശം പുറത്തുവിടുകയാണ് ജനം TV, ജനം എക്സ്ക്ലൂസീവ്. വിനോദേ, നിന്റെ അനിയന് നീ എന്ത് ചെയ്തു? നീയും നിന്റെ അനിയൻ എന്ത് ചെയ്ത്? നീ പൈസക്ക് വേണ്ടി നിൽക്കണടാ. നീ ഇതല്ലേ ഇലക്ഷൻ വരെയല്ലേ? നിനക്ക് എത്ര കിട്ടിയ? നിനക്ക് എത്ര കിട്ടടാ? നീ കരാട്ടെ കൊൺഫാം ഞാൻ കളരടാ. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് പുറത്തു പറഞ്ഞതിനാണ് ഇത്തരത്തിൽ രക്തസാക്ഷിയുടെ സഹോദരന് പാർട്ടി ഗുണ്ടയുടെ വധഭീഷണിയും അസഭ്യവർഷവും വന്നിരിക്കുന്നത്. മഞ്ചൂരിൽ കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് പല കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ വിനോദിനെ വകവരുത്തും എന്നാക്രോശിക്കുകയാണോ CPM ഗുണ്ടയായ വെള്ളിനാരായണൻ? തീർച്ചയായിട്ടും നമുക്ക് ആ ശബ്ദ സന്ദേശം കേൾക്കുമ്പോൾ കൃത്യമായി മനസ്സിലാകും. അസഭ്യവർഷം ചൊരിയുന്നു, ഒപ്പം തന്നെ വകവരുത്തുമെന്ന ഭീഷണിയുമാണ് ആ ശബ്ദ സന്ദേശത്തിൽ വീഡിയോ ദൃശ്യങ്ങളിലടങ്ങിയ ആ ഒരു സന്ദേശത്തിലുള്ളത്. ഏറ്റവും പ്രധാനമെന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്, ഈ വിഷയത്തിൽ രക്തസാക്ഷി ഫണ്ട് പിരിച്ചത്, പ്രത്യേകിച്ച് വിഷ്ണു മഞ്ചൂരിൽ കൊലപ്പെട്ടതിന് ശേഷം CPM നേതൃത്വത്തിൽ രക്തസാക്ഷി ഫണ്ട് വലിയ തോതിൽ പിരിച്ചിരുന്നു. ആ ഫണ്ട് പിരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ വിഷ്ണുവിൻ്റെ കുടുംബത്തിന് ഫണ്ട് നൽകാത്ത സാഹചര്യമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഫണ്ടിൽ വലിയ രീതിയിലുള്ള തിരിമറി നടന്നു എന്ന് സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ സഹോദരൻ വിനോദ് രംഗത്തെത്തുന്നത്. ആ വിനോദിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ മറ്റൊരു CPMൻ്റെ തന്നെ ഗുണ്ട കൂടിയായ വെള്ളി നാരായണൻ എന്നറിയപ്പെടുന്ന നാരായണൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. നാരായണനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നാരായണൻ ഒളിവിലാണ്. 2025 ഫെബ്രുവരി മാസം RSS പ്രവർത്തകനായ 2025 ഫെബ്രുവരി മാസമാണ് ഇയാൾ ഒളിവിൽ പോകുന്നത്. RSS പ്രവർത്തകനായ മണ്ണന്തല രഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 2ാം പ്രതിയാണ് ഈ വെള്ളിനാരായണൻ. അതിനുശേഷം വിചാരണ സമയത്ത് 2025 ഫെബ്രുവരിയിൽ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടക്കുന്നതിനിടയിൽ അദ്ദേഹം ഈ വെള്ളിനാരായണൻ CPMൻ്റെ ഗുണ്ടാ നേതാവ് വെള്ളിനാരായണൻ ഇവിടെ നിന്ന് ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഒളിവിൽ പോകുമ്പോഴും പോലീസ് പറയുന്നത് ഇപ്പോഴും വെള്ളിനാരായണനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല, വെള്ളിനാരായണൻ എവിടെയെന്ന് അറിയില്ല എന്ന നിലപാടാണ് പോലീസിന്. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ വെള്ളിനാരായണൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ വീഡിയോ സംഭാഷണം പുറത്തു വരുന്നത്. ആ വീഡിയോ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്. പ്രത്യേകിച്ച് ഈ വിഷ്ണുവിനെ കൊലപ്പെടുത്തിയ കേസിൽ രക്തസാക്ഷി പിരിവുമായി ബന്ധപ്പെട്ട് ഈ വെള്ളിനാരായണന് പങ്കുണ്ടായിരുന്നു എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രക്തസാക്ഷി ഫണ്ട് CPM പ്രവർത്തകനായ വിഷ്ണുവിനെ കൊലപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് രക്തസാക്ഷി ഫണ്ട് CPM തിരുവനന്തപുരം ജില്ലയിൽ കേരള മാസകലം തന്നെ വലിയ പിരിവ് നടത്തിയിരുന്നു. ആ പിരിവ് നടത്തിയതിന് ശേഷം ആ കുടുംബത്തിന് കൃത്യമായി ആ ഫണ്ട് കൈമാറാതെ വലിയ രീതിയിലുള്ള തട്ടിപ്പ് CPM നേതാക്കൾ നടത്തി. അവിടെയുള്ള പ്രാദേശിക മഞ്ചൂരിലെ നേതാക്കളും നടത്തിയിരുന്നു. ആ നേതാക്കൾ നടത്തിയ ആ ഒരു വലിയ തട്ടിപ്പിനെ തുറന്നു പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം വിഷ്ണുവിൻ്റെ സഹോദരൻ വിനോദ് രംഗത്തെത്തിയിരുന്നു. ആ വിനോദിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ വെള്ളിനാരായണൻ എന്ന് പറയുന്നത് ഈ CPM പ്രവർത്തകനായ ഗുണ്ടയുടെ അല്ലെങ്കിൽ ആ ഗുണ്ട നേതാവിൻ്റെ തന്നെ ഇരട്ടപ്പേരാണ് വെള്ളിനാരായണൻ. അയാളുടെ പേര് എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ നാരായണൻ എന്നാണ്. കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പേര് വെള്ളിനാരായണൻ എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയത്തിൽ വെള്ളിനാരായണൻ എന്ന വിളിപ്പേരുള്ള നാരായണൻ തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അതിക്രമം കാണിച്ചുകൊണ്ട് പോലീസിനെ എല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ട് ആ വീഡിയോ ദൃശ്യം പുറത്തുവിട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനം ആ വിനോദിന് അയച്ചു കൊടുത്ത വീഡിയോ സന്ദേശമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. CPMൻ്റെ തന്നെ മഞ്ചൂരിലെ തന്നെ പല ഗ്രൂപ്പുകളിലും ഈ വീഡിയോ ദൃശ്യം ഇപ്പോൾ ഇതിനകം തന്നെ പ്രചരിച്ചു കഴിഞ്ഞു. കാരണം വിനോദിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ
ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ പാർട്ടിക്ക് വലിയ തലവേദനയാകും, പാർട്ടിക്ക് വലിയ ഭീഷണിയാകും. അത് വോട്ട് വിഹിതത്തിൽ പോലും CPM-നുള്ളിൽ പോലും വലിയ വിള്ളലുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് മാറും. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വെള്ളിനാരായണൻ എന്ന് പറയുന്ന CPM ഗുണ്ട ഇത്തരത്തിൽ ഒരു വീഡിയോ സംഭാഷണം ഭീഷണിയിലൂടെ പുറത്തുവിടുന്നത്. പ്രത്യേകിച്ച് വിനോദിനെ വകവരുത്തുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ വീഡിയോ സംഭാഷണം പുറത്തുവിട്ടിരിക്കുന്നത്. അതിലുപരി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. മണ്ണന്തല രഞ്ജിത്ത്, RSSൻ്റെ പ്രവർത്തകനായ മണ്ണന്തല രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ കേസിലെ രണ്ടാം പ്രതിയാണ് ഈ വെള്ളിനാരായണൻ. ഈ രണ്ടാം പ്രതിയായ വെള്ളിനാരായണൻ വിചാരണ സമയത്ത് 2025 ഫെബ്രുവരിയിൽ വിചാരണയുടെ ഭാഗമായി കേസിൻ്റെ ജാമ്യത്തിലിറങ്ങുകയും ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം ഒളിവിൽ പോകുകയും ചെയ്തു. ഈ ഒരു വർഷക്കാലമായി കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒളിവിൽ പോയി. ഇപ്പോഴും പോലീസ് പറയുന്നതാകട്ടെ ഈ വെള്ളിനാരായണൻ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് RSS പ്രവർത്തകൻ മണ്ണന്തല രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ ഈ വെള്ളിനാരായണൻ ഇപ്പോഴും ഒളിവിലാണ്. ആ കേസിൻ്റെ വിചാരണ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിൽ പോലും പോലീസിന് വെള്ളിനാരായണനെ പിടികൂടാനാകാത്ത സാഹചര്യമാണുള്ളത്. ആ ഘട്ടത്തിലാണ് വെള്ളിനാരായണൻ വീണ്ടും വലിയ രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ പ്രകോപനപരമായ വീഡിയോ സംഭാഷണം പുറത്തുവിടുന്നത്. പ്രത്യേകിച്ച് ഈ മണ്ണന്തല രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വിഷയത്തിൽ ഈ ഒരു വീഡിയോ സംഭാഷണത്തിൽ തന്നെ അദ്ദേഹം ഈ വെള്ളിനാരായണൻ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്. ഇപ്പോൾ CPM-ൻ്റെ വഞ്ചിയൂർ ലോക്കൽ കമ്മിറ്റി അംഗമായ ഹരിയും ഏരിയ കമ്മിറ്റിയായ ഹരിയും താനും ചേർന്നാണ് ആ കൊലപാതകം നടത്തിയതെന്ന ആ വീഡിയോ സംഭാഷണത്തിൽ പോലും പറയാതെ പറയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ വീഡിയോ സംഭാഷണം പൂർണ്ണമായും പരിശോധിക്കുമ്പോൾ നമുക്ക് അത്തരത്തിലാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഈ രക്തസാക്ഷി ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വെളിപ്പെടുത്തുകൾ വിഷ്ണുവിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അവരെയും കൂടി വകവരുത്തുക അല്ലെങ്കിൽ അവരെയും കൂടി ഭീഷണിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ഈ കേസിലെ മണ്ണന്തല രഞ്ജിത്ത് വധക്കേസിലെ രണ്ടാം പ്രതിയായ വെള്ളിനാരായണൻ ഇത്തരത്തിലുള്ള ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ആ ശബ്ദ സന്ദേശം പുറത്ത് വന്നിട്ട് പോലും പോലീസ് ഒരു നടപടി പോലും കൈക്കൊണ്ടിട്ടില്ല, ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പോലീസ് ഒരു നടപടിയുമായി മുന്നോട്ട് പോയിട്ടില്ല. കാരണം ഈ കേസിൽ ജയിലിൽ കഴിയേണ്ട, പ്രത്യേകിച്ച് മണ്ണന്തല രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയേണ്ട രണ്ടാം പ്രതിയാണ് ഈ വെള്ളിനാരായണൻ എന്ന് പറയുന്ന CPM ഗുണ്ടാ നേതാവ്. ഈ CPM ഗുണ്ടാ നേതാവ് ഇപ്പോഴും വെളിയിൽ പോലീസിൻ്റെ സംരക്ഷണത്തിൽ തന്നെ തുടരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഈ വെള്ളിനാരായണൻ ഇപ്പോൾ വിദേശത്തേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അന്ന് വിദേശത്തേക്ക് കടക്കാനുള്ള ഒരു സൗകര്യമൊരുക്കിയതിൽ പോലും 2025 ഫെബ്രുവരിയിൽ വിദേശത്തേക്ക് കടക്കാനുള്ള സൗകര്യമൊരുക്കിയത് പോലും പോലീസ് നേതൃത്വമാണ് എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. എന്തായിരുന്നാലും CPM-നെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദം പ്രത്യേകിച്ച് വഞ്ചൂർ മേഖലയിൽ ഉയരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ ഇത്തരം ഗുണ്ടകൾ വീണ്ടും കളത്തിലിറങ്ങുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിൻ്റെ തണലിൽ ഇത്തരം ഗുണ്ടകൾ ഇപ്പോഴും വിലസുന്നു. ജയിലിൽ കഴിയേണ്ട ഗുണ്ടകൾ ഇപ്പോഴും CPM-ൻ്റെ ഗുണ്ടകൾ പുറത്തിറങ്ങി വളരെ വലിയ രീതിയിൽ പോലീസിൻ്റെ സഹകരണത്തോടു കൂടി പോലീസിൻ്റെ സഹായത്തോടു കൂടി ഒളിവിൽ കഴിയുന്നു എന്ന റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്നു. അതുമാത്രമാണ് നടപടിയുമായി പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. ഏറ്റവും ഗൗരവകരമായ വീഴ്ച ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം മണ്ണന്തല രഞ്ജിത്ത് RSS പ്രവർത്തകനായ മണ്ണന്തല രഞ്ജിത്തിൻ്റെ കൊലപാതക കേസിലെ രണ്ടാം പ്രതിയാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ സംഭാഷണവുമായി രംഗത്തെത്തുന്നത്. പ്രത്യേകിച്ച് ഒരു രക്തസാക്ഷി കുടുംബത്തിലെ ആ കുടുംബത്തിൽ മരണപ്പെട്ട വിഷ്ണുവിൻ്റെ സഹോദരനെ തന്നെയും ഇത്തരത്തിൽ വകവരുത്തും, പാർട്ടിക്കെതിരെ ശബ്ദമുയർത്തിയാൽ വകവരുത്തുമെന്ന നിലപാടുമായി തന്നെയാണ് ഇപ്പോൾ നിലവിലെ ഈ ഒരു നാരായണൻ രംഗത്തെത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ വെള്ളിനാരായണൻ രംഗത്തെത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. രോഹിണി. വിനീഷ്, ഇവിടെ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടാനുള്ളത്. നമുക്കറിയാം പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട CPM എത്രത്തോളം പ്രതിരോധത്തിലായിരിക്കുകയാണ് എന്നുള്ളത്. പല വിധത്തിലുള്ള ന്യായീകരണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിലവിൽ വിഷ്ണുവിൻ്റെ സഹോദരൻ വിനോദ് വലിയ തുറന്നുപറച്ചിലുമായി രംഗത്തെത്തിയത്. പക്ഷേ അവിടെയും CPM പ്രതിരോധത്തിലാകുന്ന കാഴ്ച കണ്ടതാണ്. അത് നമുക്ക് മാറ്റിവെക്കാം. നേരത്തെ പറഞ്ഞതുപോലെ
RSS പ്രവർത്തകനായ മണ്ണന്തല രഞ്ജിത്തിനെ കൊന്ന കേസിലെ പ്രതിയായ വെള്ളിനാരായണൻ ഇതിനെതിരെ CPM ഗുണ്ട എന്നുള്ള ലേബലിൽ വിഷ്ണുവിന്റെ സഹോദരനെ വകവരുത്തും എന്നു പറഞ്ഞുകൊണ്ട് അതൊരു വീഡിയോ കോളിലൂടെ പുറത്തേക്ക് വരുമ്പോൾ അയാൾ എത്രമാത്രം സൗകര്യത്തോടുകൂടിയാണ് ഈ ഒളിവിൽ കഴിയുന്നത്, അല്ലെങ്കിൽ ആരുടെയൊക്കെ ഒത്താശയോടുകൂടിയാണ് ഈ ഒളിവിൽ കഴിയുന്നത് എന്നുകൂടി വ്യക്തമാകുകയല്ലേ. കാരണം 2025 മുതൽ ഇയാളെ കാണാനില്ല, ഇയാൾ ഒളിവിലാണെന്ന് പറയുമ്പോൾ അയാൾ എത്ര ധൈര്യത്തോടു കൂടിയാണ് വകവരുത്തുമെന്നുള്ള ഭീഷണി സന്ദേശം മറ്റൊരാൾക്ക് അയക്കുന്നത് എന്നുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ ആഭ്യന്തര വകുപ്പ് എന്താണ് സംസ്ഥാനത്ത് ചെയ്യുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വീഴ്ച പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. വീഴ്ച എന്ന് പക്ഷേ നമുക്ക് പറയാൻ സാധിക്കില്ല. പോലീസിൻ്റെ ഒത്താശയോടുകൂടി തന്നെയാണ് വെള്ളിനാരായണൻ ഇത്തരത്തിൽ സുഖവാസത്തിൽ കഴിയുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് രഞ്ജിത്ത് കൊലപാതകം നടന്നതിന് ശേഷം പല ഘട്ടങ്ങളിലും വെള്ളിനാരായണൻ ജാമ്യത്തിലിറങ്ങി. ഇപ്പോൾ ഏറ്റവും അവസാനം വിചാരണ നടപടികൾ ആരംഭിക്കുമ്പോഴാണ് ഈ വിചാരണ നടപടികൾ നടന്നുകൊണ്ടിരിക്കെ 2025 ഫെബ്രുവരി മുതൽ ജാമ്യത്തിലിറങ്ങിയ വെള്ളിനാരായണനെ പിന്നെ കാണാനില്ല. പോലീസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഈ വെള്ളിനാരായണൻ ഒളിവിലാണെന്നാണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ വെള്ളിനാരായണൻ എന്ന CPM ഗുണ്ട അല്ലെങ്കിൽ ഈ ക്രിമിനൽ ഇപ്പോഴും വിദേശത്ത് സുഗമമായി കഴിയുന്നു എന്നതാണ്. പക്ഷേ പോലീസ് സംവിധാനങ്ങൾക്ക് ഇത് കൃത്യമായി ഈ വെള്ളിനാരായണൻ വിദേശത്ത് സുഖമായി കഴിയുന്നു എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളുണ്ട്, റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ അതിലേക്ക് എത്താൻ പോലീസ് ഒരു നടപടി പോലും ഈ വെള്ളിനാരായണനെ തിരിച്ച് ജയിലിലടയ്ക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോലും പോലീസ് കടന്നിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇത്തരത്തിലാണ് പോലീസിൻ്റെ ഒത്താശയോട് കൂടി തന്നെയാണ് 2025 ഫെബ്രുവരിയിൽ ഇയാൾ വിദേശത്തേക്ക് കടന്നിരിക്കുന്നത്. ആ കടന്നതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും വഞ്ചിയൂർ മേഖലയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയിൽ പാർട്ടിക്ക് വലിയ രീതിയിൽ ക്ഷതമുണ്ടാക്കുന്ന തരത്തിൽ പാർട്ടി അംഗങ്ങളുടെ അല്ലെങ്കിൽ രക്തസാക്ഷി കുടുംബങ്ങളുടെ ഭാഗത്തുനിന്ന് പോലും പാർട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള അമർഷമുണ്ടാകുന്നു. അവർ പരസ്യമായി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്നു. രക്തസാക്ഷി ഫണ്ടിൽ പോലും CPM നേതാക്കളും പ്രവർത്തകരും കൈയിട്ട് വാരിക്കൊണ്ട് ആ ഫണ്ടിനെ അട്ടിമറിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപം രക്തസാക്ഷികളുടെ കുടുംബത്തിൽ നിന്ന് പോലും ഉയരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ് വഞ്ചിയൂരിൽ കൊല്ലപ്പെട്ട വിഷ്ണുവിൻ്റെ സഹോദരൻ വിനോദ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ. തന്നെ പാർട്ടി പല ഘട്ടങ്ങളിലായി അപകീർത്തിപ്പെടുത്തി, ഒപ്പം തന്നെ പാർട്ടി പല ഘട്ടങ്ങളിലായി ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ വിഷ്ണുവിൻ്റെ പേരിൽ സംസ്ഥാനത്തുടനീളം പിരിച്ചു. എന്നിട്ട് പോലും ഒരു തരത്തിലുള്ള ഫണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ രക്തസാക്ഷി കുടുംബം എന്ന തരത്തിൽ തങ്ങളെ സഹായിക്കാനോ പാർട്ടി നേതൃത്വം തയ്യാറായില്ല എന്നതാണ് ഇത് വ്യക്തമാക്കിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിനോദിനെതിരെ ഇപ്പോൾ ഈ വഞ്ചൂരിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ രഞ്ജിത്ത് വധക്കേസിൽ RSS പ്രവർത്തകനായ രഞ്ജിത്ത് വധക്കേസിലെ 2ാം പ്രതി കൂടിയായ ഒളിവിൽ കഴിയുന്ന വെള്ളിനാരായണൻ്റെ ഈ വീഡിയോ